ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂൺ 4, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിംഗ് ആണ്: റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 18ാമത്തെ ടാറ്റ IPL കിരീടം കരസ്ഥമാക്കി. മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ 18ാമത്തെ എഡിഷൻ, 18ാമത്തെ ടാറ്റ IPL കിരീടം കരസ്ഥമാക്കിയ കാര്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ നാവികസേനയും ഇനോഫോർ ജോയിന്റ് നേവൽ എക്സസൈസ്. ഇന്ത്യ ആദ്യമായി പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കാൻ പോവുകയാണ്. മുജീബ് ഇല്ലാത്ത ബംഗ്ലാദേശ് പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കാൻ പോകുന്നു. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വൺ ദി 18th എഡിഷൻ ഓഫ് ടാറ്റ IPL. ടാറ്റ IPLന്റെ 18ാമത്തെ പതിപ്പിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ജേതാക്കൾ. 18ാമത്തെ IPL ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യമാണ് RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അണ്ടർ ദ ക്യാപ്റ്റൻസി, വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ഈ കിരീടം കരസ്ഥമാക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ IPL ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് 18ാമത്തെ ഈ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 6 റൺസിന്റെ വിജയമായിരുന്നു RCBക്ക്. 9 വിക്കറ്റിന് 20 ഓവറിൽ 190 റൺസ് ആണ് RCB നേടിയിട്ടുള്ളത്. എന്നാൽ പഞ്ചാബ് ആണെങ്കിൽ 7 വിക്കറ്റിന് 20 ഓവറിൽ 184 റൺസ് ആണ് നേടിയിട്ടുള്ളത്. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഏത് ടീമിനെതിരെയാണ് നേടിയത്? പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സ് ആയിട്ടുള്ള മത്സരമായിരുന്നു ഫൈനൽ മത്സരം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിലാണ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ടാറ്റ IPL 2025 നേടിയിട്ടുള്ള ടീം ആണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. റണ്ണേഴ്സപ്പ് ആണ് പഞ്ചാബ് കിങ്സ്. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓറഞ്ച് കപ്പ് നേടിയത് ആരാണ്? ഗുജറാത്ത് ടൈറ്റാൻസിന്റെ സായി സുദേശൻ. 15 മത്സരങ്ങളിൽ 759 റൺസ് ആണ് നേടിയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വ്യക്തിക്ക് നൽകുന്ന ഒരു കപ്പാണ് ഓറഞ്ച് കപ്പ്. ഗുജറാത്ത് ടൈറ്റാൻസിന്റെ സായി സുദേശൻ. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പർപ്പിൾ കപ്പ് നേടിയത് ആരാണ്? ഗുജറാത്ത് ടൈറ്റാൻസിന്റെ പ്രശസ്ത് കൃഷ്ണ. 15 മത്സരങ്ങളിൽ 25 വിക്കറ്റ്. ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് ഏറ്റവും നല്ല പെർഫോം ചെയ്ത ബാറ്റ്സ്മാൻ നൽകുന്ന കപ്പാണ് ഓറഞ്ച് കപ്പ്. എന്നാൽ ബോളിംഗിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന ഒന്നാണ് പർപ്പിൾ കപ്പ്. പർപ്പിൾ കപ്പ് ലഭിച്ചിട്ടുള്ളത് ഗുജറാത്ത് ടൈറ്റാൻസിന്റെ പ്രസീദ് കൃഷ്ണയ്ക്കാണ്. ഗുജറാത്ത് ടൈറ്റാൻസിന്റെ പ്രസീദ് കൃഷ്ണ. 25 വിക്കറ്റ്, 15 ഗെയിംസ്. ഈ ഒരു മത്സരത്തിൽ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ലഭിച്ചിട്ടുള്ളത് സായി സുദർശൻ, ഗുജറാത്ത് ടൈറ്റാൻസ്. ക്യാച്ച് ഓഫ് ദ സീസൺ എടുത്തിട്ടുള്ളത് കാമിൻഡു മെൻഡിസ് ആണ്. ഫെയർ പ്ലേ അവാർഡ് നേടിയിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയ ശേഷം IPL 2025 ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കൃണാൽ പാണ്ഡ്യ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കൃണാൽ പാണ്ഡ്യക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളത്. ഗുജറാത്ത് ടൈറ്റാൻസിന്റെ സായി സുദർശൻ ഓറഞ്ച് കപ്പും ഗുജറാത്ത് ടൈറ്റാൻസിന്റെ പ്രസീദ് കൃഷ്ണയ്ക്ക് പർപ്പിൾ കപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ടു ഇനോഗ്രേറ്റ് ദി വേൾഡ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു കറണ്ട് അഫേഴ്സ് നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് സംസ്ഥാനത്താണ്? UTയിലാണ്, ജമ്മു കാശ്മീർ. മിക്കവാറും കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഒരു ചോദ്യമാണ്: ചെനാബ് പാലം ഏത് സംസ്ഥാനത്താണ്? UTയിലാണ്. ഇത് ജമ്മു കാശ്മീരിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് തീയതിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? 2025 ജൂൺ 6. വരാൻ പോകുന്ന ജൂൺ 6-ാം തീയതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചെനാബ് പാലം, അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇത് ജൂൺ 6-ാം തീയതിയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു പാലം ഉള്ളതും ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതും. ചെനാബ് പാലം ഏത് റെയിൽവേ ലിങ്കിന്റെ ഭാഗമാണ്?
ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക്. ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിലെ ഒരു പാലമാണ് ചെനാബ് ബ്രിഡ്ജ്. ഇതാണിപ്പോൾ നിർമ്മിച്ചതും ഇനിയിപ്പോൾ ഇത് രാജ്യത്തിന് സമർപ്പിക്കാൻ പോകുന്നതും ജൂൺ 6 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ചെനാബ് പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചെനാബ് നദി. ചെനാബ് നദിയുടെ കുറുകെയാണ് ചെനാബ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജ്. ചെനാബ് നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദി. ഇൻഡസ് റിവർ. ഇൻഡസ് റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്, ഒരു പോഷക നദിയാണ് ചെനാബ് റിവർ. ചെനാബ് റിവറിന്റെ മുകളിലാണ് ചെനാബ് ബ്രിഡ്ജ് വന്നിട്ടുള്ളത്. ഇത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിലാണത്. ജമ്മു കാശ്മീരിലെ ഒരു ബ്രിഡ്ജ് ആണ് ചെനാബ് ബ്രിഡ്ജ്. ഇതിന്റെ ഉദ്ഘാടനമാണ് ജൂൺ 6. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ നേവി ആൻഡ് യുനാഫോർ ജോയിന്റ് നേവൽ എക്സസൈസ്. ഇന്ത്യൻ നാവികസേനയും യുനാഫോർ സംയുക്ത നാവികാഭ്യാസം. യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള ഒരു നേവൽ എക്സസൈസ് ആണത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 26 ജൂൺ 1 ഇടയിൽ ഇന്ത്യയിൽ ആദ്യമായി സന്ദർശനം നടത്തിയ 2 യൂറോപ്യൻ കപ്പലുകളുടെ പേര് ESPS റെയ്ന സോഫിയ സ്പാനിഷ് നാവികസേനയും ITS ആന്റോണിയോ മാസെഗ്ലിയ ഇറ്റാലിയൻ നാവികസേനയും. യൂറോപ്യൻ യൂണിയന്റെ 2 കപ്പലാണ് ESPS റെയ്ന സോഫിയ, ഇത് സ്പാനിഷ് നേവിയാണ്. ITS ആന്റോണിയോ മാസെഗ്ലിയ, ഇത് ഇറ്റാലിയൻ ഷിപ്പ് ആണ്. ഇതാണിപ്പോൾ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നേവൽ ഷിപ്സ് യൂറോപ്യൻ യൂണിയന്റെ ഇന്ത്യയിലെത്തുന്നത്. റെയ്ന സോഫിയ സ്പാനിഷ് നാവികസേനയും ITS ആന്റോണിയോ മാസെഗ്ലിയ ഇറ്റാലിയൻ നാവികസേന ഏത് നാവികസേനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? യൂറോപ്യൻ യൂണിയൻ നാവികസേന യുനാഫോർ. യൂറോപ്യൻ യൂണിയൻ നേവൽ ഫോഴ്സ്, ഇതിന്റെ ഷോർട്ട് ഫോം ആണ് യുനാഫോർ. ഇതിന്റെ കീഴിൽ ആണ് ESPS റെയ്ന സോഫിയ സ്പാനിഷ് നേവി കപ്പലും ITS ആന്റോണിയോ മാസെഗ്ലിയ ഇറ്റാലിയൻ നേവൽ കപ്പലും ഉള്ളത്. ESPS റെയ്ന സോഫിയയും ITS ആന്റോണിയോ മാസെഗ്ലിയും ഇന്ത്യൻ നാവികസേനയുമായി ഒരു ടേബിൾ ടോപ്പ് അഭ്യാസം നടത്തിയത് എവിടെയാണ്? മുംബൈ. നാവികസേനയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട എക്സസൈസുകൾ ഇത് ഓരോ രാജ്യങ്ങൾ ചെല്ലുമ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതനുസരിച്ച് യൂറോപ്യൻ യൂണിയന്റെ ആദ്യത്തെ കപ്പലായിട്ടുള്ള ഈ 2 കപ്പലുകൾ ഇന്ത്യയിലെത്തിയപ്പോൾ മുംബൈയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ആ എക്സസൈസ് നടത്തിയിട്ടുള്ളത് ഇതൊരു ടേബിൾ ടോപ്പ് എക്സസൈസ് ആണ് നടത്തിയിട്ടുള്ളത്. ഇത് നടത്തിയിട്ടുള്ള 2 കപ്പലുകളാണ് ESPS റെയ്ന സോഫിയ, ITS ആന്റോണിയോ മാസെഗ്ലിയ. യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആരാണ്? ശ്രീമതി ഉർസുല വോൺ ഡെർ ലെയ്ൻ. ജർമ്മൻ സ്വദേശിയായിട്ടുള്ള ഉർസുല വോൺ ഡെർ ലെയ്മൻ ആണ് ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ബംഗ്ലാദേശ് ഇൻട്രൊഡ്യൂസസ് ന്യൂ കറൻസി നോട്ട്സ് വിത്തൗട്ട് മുജീബ്. മുജീബ് ഇല്ലാത്ത ബംഗ്ലാദേശ് പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നു. ബംഗ്ലാദേശിൽ വന്നിട്ടുള്ള മാറ്റമാണ്. കറൻസി നോട്ടിൽ മുജീബ് എന്ന വ്യക്തിയെ, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ചിത്രം എടുത്തു മാറ്റിക്കൊണ്ട് പുതിയൊരു കറൻസിയാണ് ബംഗ്ലാദേശിൽ വന്നിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് രാഷ്ട്രീയ നേതാവിന്റെ ചിത്രം ഒഴിവാക്കുന്ന പുതിയ കറൻസി നോട്ടുകൾ ബംഗ്ലാദേശ് അവതരിപ്പിച്ചു? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ബംഗ്ലാദേശിലെ വളരെ പ്രമുഖ വ്യക്തിയായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ഫാദർ ഓഫ് ബംഗ്ലാദേശ് എന്ന് അറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തിന്റെ ചിത്രമാണിപ്പോൾ ബംഗ്ലാദേശ് ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുള്ളത്. ബംഗ്ലാദേശിന്റെ കറൻസി എന്താണ്? ബംഗ്ലാദേശ് ടാക്ക. ബംഗ്ലാദേശ് ടാക്കയാണ് ബംഗ്ലാദേശിന്റെ കറൻസി. ഇതിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത്. ബംഗ്ലാദേശിന്റെ സ്ഥാപക പിതാവ് ആരാണ്? ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആണ് ബംഗ്ലാദേശിന്റെ സ്ഥാപക പിതാവ് ഓർ ഫൗണ്ടർ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ കറൻസി നിന്ന് മാറ്റിയിട്ടുള്ളതും. 2024 ഓഗസ്റ്റ് 8 മുതൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് ആരാണ്? നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ്. നോബൽ ലോററ്റ് മുഹമ്മദ് യൂനിസ് ആണ് 2024 ഓഗസ്റ്റ് 8 മുതൽ ബംഗ്ലാദേശ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയായിരുന്നു പ്രൈം മിനിസ്റ്റർ. എന്നാൽ ഷെയ്ഖ് ഹസീനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന വിപ്ലവങ്ങളും പ്രശ്നങ്ങളും ഇതനുസരിച്ച് ഇപ്പോൾ ബംഗ്ലാദേശ് നടന്നിട്ടുള്ള മാറ്റങ്ങളിലെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് വന്നിട്ടുള്ള കറൻസിയിലുള്ള മാറ്റങ്ങൾ. നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ആണ് ബംഗ്ലാദേശ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8 മുതൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ പുതിയ കറൻസിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രകൃതി ദൃശ്യങ്ങൾ, ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ, നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്,
ഹിന്ദു ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബംഗ്ലാദേശിൻ്റെ പുതിയ നോട്ടുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു ബംഗ്ലാദേശ് നോട്ടുകളെല്ലാം. എന്നാൽ അത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പുതിയൊരു മാറ്റം വന്നിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ടു ബിൽഡ് ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ PRV. ഇന്ത്യ ആദ്യമായി പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കും. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. അതായത് ഇന്ത്യയിൽ തന്നെ സമുദ്രവുമായി ബന്ധപ്പെട്ട് സമുദ്ര പരിവേഷണം അതുപോലെ തന്നെ റിസർച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആദ്യമായിട്ട് പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കാൻ പോവുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നോർവേയിൽ നിന്നുള്ള ഏത് സ്ഥാപനത്തിന്റെ പിന്തുണയോടെ ഇന്ത്യ തദ്ദേശീയമായ ആദ്യത്തെ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കും? നോർവേയിലെ കോങ്സ്ബർഗ് ഓസ്ലോ. നോർവേയിലെ ഒരു കമ്പനിയാണ് കോങ്സ്ബർഗ് ഓസ്ലോ. ഈ ഒരു കമ്പനിയായിട്ട് ഇന്ത്യ ഇപ്പോൾ ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്ന ഒരു പോളാർ റിസർച്ച് വെസൽ, അത് സമുദ്രവുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു റിസർച്ച് വെസൽ ആണ്, ഒരു വാഹനമാണ് നിർമ്മിക്കാൻ പോകുന്നത്. നോർവേയിലെ കോങ്സ്ബർഗ് ഓസ്ലോയും ഇന്ത്യയിലെ ഏത് കപ്പൽ നിർമ്മാതാക്കൾ അവരുടെ ആദ്യത്തെ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിനായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ കമ്പനിയാണ് ഗാർഡൻ റിസർച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ലിമിറ്റഡ് ഇത് കൊൽക്കത്തയിലാണ്. ഈ ഒരു കമ്പനിയുമായിട്ടാണ് നോർവേയിലെ കോങ്സ്ബർഗ് ഓസ്ലോയും തമ്മിലുള്ള ഒരു കരാറിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ഫസ്റ്റ് ഇന്റർനാഷണൽ അഗ്രി ഹാക്കത്തോൺ കൺക്ലൂഡ്സ് ഇൻ പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അഗ്രി ഹാക്കത്തോൺ പൂനെയിൽ സമാപിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്നിട്ടുള്ള പൂനെയിലെ ഒരു കോൺഫറൻസ് ആണ്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടൊരു കോൺഫറൻസ് ആണ്, ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടൊരു കോൺഫറൻസ് ആണ്. ആ കോൺഫറൻസിന്റെ സമാപനമായിരുന്നു ഇന്നലെ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ അഗ്രി ഹാക്കത്തോൺ 2025 ജൂൺ 3 എവിടെയാണ് സമാപിച്ചത്? പൂനെ. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ, അതായത് ഇന്ത്യയിൽ ആദ്യം നടത്തിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ അഗ്രി ഹാക്കത്തോൺ ഇത് സമാപിച്ചിട്ടുള്ളതും ഇത് നടത്തിയിട്ടുള്ളതും പൂനെയിലാണ്. 2025 ജൂൺ 3 പൂനെയിൽ ഈ ഒരു അഗ്രി ഹാക്കത്തോൺ അവസാനിച്ചിട്ടുള്ളത്. 2025 ജൂൺ 3 രാജ്യത്തുടനീളം 9 ഹോർട്ടിക്കൾച്ചറൽ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം പ്രഖ്യാപിച്ചത് ആരാണ്? കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്, അതായത് ഈ ഒരു ഹാക്കത്തോണിൽ ഇന്ത്യയിൽ 9 ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതായത് ഹോർട്ടിക്കൾച്ചർ ഫെസിലിറ്റീസ് അടങ്ങുന്ന ഒരു ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം ആരംഭിക്കുന്ന കാര്യം. ഹോർട്ടിക്കൾച്ചർ എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്ത് പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അത് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നു. ഇതനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 9 ക്ലീൻ പ്ലാൻ പ്രോഗ്രാമിന് കീഴിൽ ആരംഭിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ക്ലീൻ പ്ലാൻ പ്രോഗ്രാം പ്രകാരം എത്ര ഹോർട്ടിക്കൾച്ചറൽ സൗകര്യങ്ങൾ ആരംഭിക്കും? 3. പൂന, നാഗ്പൂർ ആൻഡ് സോളാപൂർ. ക്ലീൻ പ്ലാൻ പ്രോഗ്രാമിന്റെ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ 3 ഹോർട്ടിക്കൾച്ചറൽ ഫെസിലിറ്റീസ് ആണ് ആരംഭിക്കുന്നത്. ഇത് പൂനെയിലെ ഗ്രേപ്സിന് വേണ്ടി, നാഗ്പൂരിലെ ഓറഞ്ചിന് വേണ്ടി, സോലാപൂരിലെ മാതള നാരങ്ങയ്ക്ക് വേണ്ടി, അതായത് പോമഗ്രേറ്റിന് വേണ്ടി ആണ് ആരംഭിക്കുന്നത് 3 ഹോർട്ടിക്കൾച്ചർ ഫെസിലിറ്റീസ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സ്. എന്നും നമ്മൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കൂ. നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.